ആളെ പറ്റിയിട്ട് ഇതേപോലെ ഈ ജാട എന്നുള്ളത് അതുണ്ടായിരുന്നു. ജാടയാണല്ലോ എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. പിന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ആളെ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റി. അതാണ് ലൈക്ക് ഭയങ്കര ലവബിൾ ആയിട്ടുള്ള ഒരാളാണ്. ഭയങ്കര കൂളാണ്. എത്ര ദേഷ്യപ്പെട്ടാലും തിരിച്ച് റിയാക്ട് ചെയ്യില്ല. സോ അതുകൊണ്ട് എനിക്ക് പറയാം എന്തും പറയുന്നത് ഭയങ്കര കൂളായിട്ട് ഇതങ്ങ് എടുക്കും. അതൊക്കെ തന്നെയാണ് ആക്ച്വലി കൂടുതൽ മനസ്സിലാക്കാൻ പറ്റി. മറ്റേ ജാഡ എന്നുള്ള ആ ഒരു ഇംപ്രഷൻ മാറിയിട്ട് അതല്ല ക്യാരക്ടർ എന്നുള്ളത് മനസ്സിലായി. അണ്ടർസ്റ്റാൻഡിങ് പീപ്പിൾ ആയി നിങ്ങൾ. ഇപ്പൊ മൃദുലേനെ ഈ പറയുന്ന പോലെ യുവേനെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമായി തുടങ്ങിയതുണ്ടല്ലോ സ്റ്റാർ മാജിക്കിന് വന്നതിന് ശേഷമാണ്. നിങ്ങളുടെ പേഴ്സണാലിറ്റി എന്താണെന്നും ഒക്കെ മനസ്സിലായത് നമുക്ക് അങ്ങനെ നിങ്ങളുടെ ടാലന്റ് എന്താണെന്നും. ഞാൻ ഇപ്പൊ യൂട്യൂബിൽ നോക്കിയപ്പോൾ ഒരു വീഡിയോന് ഒരു പെർട്ടിക്കുലർ വീഡിയോന് മൃദുലയുടെ പെർഫോമൻസ് ഉള്ള ഒരു വീഡിയോന് 8.3 മില്യൺ വ്യൂസ് പോയേക്കുന്ന വീഡിയോ. അതായത് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ വ്യൂസ് പോയത് സ്റ്റാർ മാജിക്കിന്റെ ആ പെർട്ടിക്കുലർ വീഡിയോനായിരിക്കും. സ്റ്റാർ മാജിക്കിന്റെ ഒരു റെക്കോർഡ് തകർത്ത നായികയാണ്. യുവ മോശമല്ല, പിന്നീടാണ് യുവയ്ക്കും ഇങ്ങനെ ഒരു കഴിവുണ്ട്. മെയ്ഡ് ഫോർ ഈച്ച് തരാണ്. മിമിക്രി ഇവർ രണ്ടുപേരും തോളോട് തോള് നിൽക്കുന്ന കപ്പിളാണെന്ന് നമ്മൾ പിന്നീടാണ്. ഇപ്പോഴേ ഞാൻ ചെറിയൊരു ടാസ്ക് തന്നു കഴിഞ്ഞാൽ ആരെങ്കിലും നമ്മളുടെ വീഡിയോ ഒന്ന് മില്യൺ അടിക്കാൻ വേണ്ടിട്ട് ഒന്ന് ആരെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും? ഇപ്പൊ ഈ പറഞ്ഞ പോലെ സ്റ്റാർ മാജിക്കിൽ വന്നതിന് ശേഷം ഒരുപാട് പേർക്ക് ഇപ്പൊ ഫാൻ ഫോളോയിങ്സ് കൂടിയിട്ടുണ്ട്. ഇപ്പൊ അനു ആയിക്കോട്ടെ, ലക്ഷ്മി നക്ഷത്ര ആയിക്കോട്ടെ, ബിനു അടിവാലി ആയിക്കോട്ടെ. ആരാണ് ആദ്യം അനുവിനെ ഈ പറയുന്ന ഈ മൊമെന്റിൽ നമുക്ക് ഇത് കാണിക്കാൻ പറ്റുമോ? ഇത് ഞാൻ എന്തിരടി നീ പറയണത്? കുറെ നേരമായിട്ട് ഞാൻ നോക്കുന്നുണ്ടടി. നീ 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 ഇത് കണ്ട? ഈ ഫോട്ടോ നീ കണ്ട? അയ്യോ എന്ത് നല്ല രസമുണ്ടല്ലേ! ഞാൻ അപ്പോഴേ പറഞ്ഞതാണ്. ഓ എനിക്ക് വയ്യ. എന്നെ കൊള്ളാമോടി? നീ പറ, ഈ ഉടുപ്പ് കൊള്ളാമോടി? പറയടി. കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ? ഇതെന്തോന്ന്? നിന്റെ ലിപ്സ്റ്റിക് എന്തോന്ന്? കൊള്ളില്ല. കൊള്ളാല്ലേ? ഏതാണ് ഇതുപോലെയൊക്കെ തന്നെയാണ് ഫ്രെയിമിൽ നമ്മള് അതിനെ കാണുന്നതല്ലേ? അതിന് ഈ പറഞ്ഞ ഇതൊന്നുമില്ല, ഫേക്ക്നെസ് ഒന്നുമില്ല. ആളെങ്ങനെയാണോ അതുപോലെ തന്നെ ചേട്ടന്റെ അങ്ങോട്ടേക്ക് ഒന്ന് പ്ലേറ്റ് മാറ്റാണ്. ചേട്ടൻ ഈ പറയുന്ന പോലെ ബിനു അടിമാലിനെ അവതരിപ്പിക്കുന്ന കണ്ട സമയം നമ്മൾ ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. കോളേജിലെ അത്യാവശ്യം മിമിക്രി ഒക്കെ ചെയ്യുന്ന ആളായിരുന്നോ? കോളേജിൽ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇതേപോലെ കോമ്പറ്റീഷൻ, കോളേജ് ലെവലിലുള്ള കോമ്പറ്റീഷൻ, ആർട്സ് ഫെസ്റ്റിനൊക്കെ ചെയ്യുമായിരുന്നു. പ്രൈസ് വാങ്ങിക്കുമായിരുന്നു. ഇതറിയായിരുന്നോ? കല്യാണത്തിന് മുന്നേ അറിയാം. അന്ന് അവതരിപ്പിച്ചപ്പോഴാണ് ആദ്യമായിട്ട് അറിയുന്നത്. ആണല്ലേ? ഓ ചേട്ടാ. അതിന് ശേഷം പിന്നെ പ്രാക്ടീസ് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. അന്ന് എന്തോ അങ്ങനെ തോന്നി, കുറച്ച് സൗണ്ടുകളൊക്കെ ചെയ്തപ്പോൾ ഓക്കെ ആയിട്ട് തോന്നി. അങ്ങനെ പിന്നെ കയറി പെർഫോം ചെയ്തതാണ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, മിമിക്രി ഉണ്ട്, മാജിക് ഉണ്ട്, മെന്റലിസം ഉണ്ട്, ഡാൻസ് ഉണ്ട്, പാട്ടുണ്ടെന്ന് ആരും പറയുന്നത്? പാട്ടുണ്ട്. എന്താ ചെയ്യാ? ഡാൻസ് അത്രക്കില്ല. റീൽസിലൊക്കെ നമ്മള് ഡാൻസ് കളിച്ച് ഏതൊരു കൊറിയോഗ്രാഫറിന്റെ കൂടെയുള്ള ഡാൻസ് ഒക്കെ നമ്മൾ കണ്ടിരുന്നു റീൽസില്. ഒന്നും മോശമല്ല. ഇപ്പൊ നമ്മൾ ആരെയാ ചെയ്യാൻ പോകുന്നത്? അപ്പൊ ബിനിച്ചേട്ടൻ ചെയ്യാം, നന്നായിട്ട് ചെയ്യും. ബിനിച്ചേട്ടൻ, നോബിച്ചേട്ടൻ അവരൊക്കെ അത് മതി. ഓക്കെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അത്രേ ഉള്ളൂ. എന്റെ പൊന്നടാവേ, ഞാനവിടെ വന്ന് ഇരിക്കുമ്പോണ്ടല്ലോ ഇന്റർവ്യൂവിന്, എൻ്റെ എതിരെ എന്നെ പോലെ വേറൊരുത്തൻ. അപ്പൊ ഞാൻ ആലോചിക്കുക, ഇവനിത് ഇവിടെ നിന്നാടാ എൻ്റെ പൊന്നെ വന്നതെന്ന്. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പരിപാടിയും ചെയ്തിട്ട് പോവാനായിട്ട് പറ്റുമോ? നീക്കൊന്ന് ആലോചിച്ച് നോക്കിയത് ഇവിടെ നിന്ന് എന്താ സംഭവം നടക്കണേന്ന്. എന്നെ പൊന്നടവേ, ഒരു രക്ഷയില്ല. ബിനുചേട്ടന് മുമ്പിൽ പെർഫോം ചെയ്തിട്ടില്ലേ? ബിനുചേട്ടൻ എല്ലാവരും ഈ പറയുന്ന പോലെ കോമഡി കളിച്ചിട്ട് മറ്റേ ഇൻസൾട്ട് ചെയ്യുന്ന ആളാണല്ലോ. ഈ ചേട്ടന്റെ മുൻപിൽ ഈ സാധനം അവതരിപ്പിച്ച സമയത്ത് ചേട്ടന്റെ റെസ്പോൺസ് എന്തായിരുന്നു? പുള്ളി ഡയറക്റ്റ് ആയിട്ട് കേട്ടിട്ടില്ലെന്ന് തോന്നുന്നു. പുള്ളി ഇല്ലാത്തൊരു എപ്പിസോഡിലായിരുന്നു ഞാൻ പെർഫോം ചെയ്തത്. അതിനുശേഷം പിന്നെ പുള്ളി ഒന്ന് പറഞ്ഞ കൊള്ളായിരുന്നു കേട്ടോ. ഇനി ആരാ നോബി ചേട്ടൻ ചെയ്യാൻ പറ്റുമോ? നോബി ചേട്ടൻ്റെ എനിക്ക് ഓർമ്മയില്ല, മൈൻഡിൽ നിന്ന് പോയി ആ സാധനം. വേറെ ആരെങ്കിലും ചെയ്യുമ്പോ? അല്ലാതെ നമുക്ക് മറ്റേ ഫിലിമിലൊക്കെ ഉള്ള കുറച്ച് ആൾക്കാരുടെ ഞാൻ സ്ഥിരം പണ്ട് കോളേജിൽ ചെയ്തിട്ടുണ്ടിരുന്ന സാധനങ്ങളൊക്കെ തന്നെ. കൊച്ചിൻ ഹനീഫയും ജനാർദ്ദനും തമ്മിലുള്ളൊരു ഡയലോഗ്, അർത്ഥം ഷക്കീല പെറ്റി ഇരട്ടാന്ന് കേട്ടത് പോയാലോ? ഓ നീ തങ്കപ്പനല്ലടാ പൊന്നപ്പനാ.
അത് കൊള്ളാം. Nice. ഈ മൃദുല, ഈ പറയുന്ന പോലെ അനു ഭയങ്കര സൂപ്പർ ഹിറ്റ് ആയിരുന്നു. അതുപോലെ ഹിറ്റ് ആക്കി വേറെ ആരാ സ്റ്റാർ മാജിക്കിലുള്ള ലക്ഷ്മി നക്ഷത്രം എന്തെങ്കിലും കാണിക്കാൻ പറ്റുമോ? ഓക്കെ, അപ്പൊ ലക്ഷ്മി ചേച്ചിനെ കാണിക്കാൻ പോവാണ്. ലക്ഷ്മി നക്ഷത്രം കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ലക്ഷ്മി ചേച്ചിനെ കാണിക്കാൻ പോകുന്നത്. കാണിക്കട്ടെ. ഓക്കെ, ചേച്ചി വന്നു. വെൽക്കം ടു സ്റ്റാർ മാജിക്. അപ്പൊ നമുക്ക് അടുത്ത ഗെയിമിലേക്ക് പോവാല്ലേ? അടുത്ത ഗെയിമിന്റെ പേരാണ് എന്താ? ആർക്കെങ്കിലും അറിയോ? ടുട്ടു കിട്ടു. കൈയടിക്ക്. എങ്ങനെയുണ്ട്? നല്ല ഗെയിം അല്ലേ? നന്നായിരിക്കണം. ഈ ചേട്ടൻ ഇങ്ങനെ ചിരിക്കുന്നു. കേട്ടോ. ഓക്കെ, അപ്പോൾ ഗെയിമിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അതുപോലെ കറക്റ്റ് ആയിട്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് ഗെയിമിലേക്ക് പോവല്ലേ? ഓ, ഗെയിമിലേക്ക് പോവാം. ഈ പേരൊക്കെ എവിടുന്നാ പഠിക്കണേ? ആ പേരൊക്കെ അതെനിക്ക് അറിയാം, മനസ്സിലായോ? ആവാഹിച്ചെടുക്കുന്നതായിരിക്കും. ഞാൻ ആവാഹിച്ച് ഓരോന്നൊക്കെ എടുക്കുന്നതാണ്. നന്നായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഗെയിമിലേക്ക് പോവാം. ഗെയിമിന്റെ പേര് എന്താണ്? ടുട്ടു മുട്ടു. ടുട്ടു കിട്ടു. അതെ അല്ലെങ്കിൽ ഇനി ആരാ അടുത്ത ഇറക്കാൻ പോകുന്ന നോവിച്ചേട്ടൻ കാണിക്കാൻ പറ്റുമോ? ആ ഓക്കെ, നോബി ചേട്ടൻ കാണിക്കട്ടെ. അണ്ണാ, കിടിലൻ ഗെയിമാണ്. കളിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? എന്താ? അണ്ണാ സൂപ്പർ ഗെയിം അണ്ണാ. മറ്റേ ബോളിന്റെ പുറത്തോട് ഉരുണ്ട് നമ്മൾ അപ്പുറത്ത് പോയി മറ്റേ സംഭവം പൊട്ടിക്കേണ്ട സംഭവം. നിങ്ങൾ എന്തോന്ന് പറയണ? സ്റ്റാർ മാജിക്ക് വന്നിട്ട് ഗെയിം കളിക്കാതിരിക്കാൻ. അണ്ണാ അതെ അല്ലെങ്കിൽ ഇനി സാധിക്കോ? സാധിക്ക് ചെയ്തിട്ടുണ്ട്. സാധിക്ക് ചേച്ചി നടത്തും, ആറ്റിറ്റ്യൂഡ് നടത്തും, ജസ്റ്റ് അതൊക്കെ. ഇവിടെ ഭയങ്കര ഹോട്ട് ആണല്ലേ? ഓ ഓക്കെ, എന്റെ നെയിൽസ് ഒക്കെ കണ്ടു യുവ? എങ്ങനെയുണ്ട് എന്റെ നെയിൽസ് ഒക്കെ? കൊള്ളാം, നന്നായിട്ടുണ്ട്. ഇപ്പം പുതിയ ഫാഷൻ ഷോ ഒന്നും ഇല്ലേ? ഇപ്പൊ തൽക്കാലത്തേക്ക് ഞാനിപ്പോ വേറൊന്നും ചെയ്യുന്നൊന്നുമില്ല. പക്ഷെ ഉടനെ ഉണ്ടാകും. ഉടനെ ആക്ച്വലി കുറച്ചിങ്ങനെ പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. അതിങ്ങനെ ഉടനെ ഉണ്ടാകും. ഓക്കെ, അപ്പൊ പോയിട്ട് വരട്ടെ. ബൈ. ഓക്കെ, ബൈ ബൈ ബൈ. ഇനി ആരാ കാണിക്കാൻ പറ്റുക? ലാസ്റ്റ് ആൻഡ് ഫൈനൽ പ്രോഗ്രാം പ്രൊഡ്യൂസർ ചെയ്യാം. ഓക്കെ, എന്താടാ അവിടെ? ഗെയിം കേട്ട് എന്താ? ഒന്നുമില്ല. വയറൊക്കെ വെച്ചല്ലേ? അവള് തന്നെ പഞ്ഞിക്കൊക്കെ ഇടുന്നുണ്ടല്ലേ? മൃദുല ഇവൻ പറഞ്ഞ കേട്ടാ? ശരി, ഗെയിം കേട്ട് കാണാട്ടെ. നൈസ് അല്ലേ? താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. Thank you. അടിപൊളിയായിരുന്നു. നേരെ കോൺഫിഡൻസ് എന്ന് പറയുന്ന സാധനം ഇതാണ്. പറഞ്ഞ ലക്കി തന്നെ കേട്ടോ. താങ്ക് യു സോ മച്ച്. ഇറ്റ് വാസ് ഫൺ. ചേട്ടൻ എന്തെങ്കിലും ഐറ്റംസ് ബാക്കി പെൻഡിങ് ഉണ്ടോ? ശ്രീനിവാസനും നമ്മുടെ MS തൃപ്പൂണിത്തറയും കൂടെ ഉള്ളൊരു ഡയലോഗ് രസാണ്. കൊണക്കട്ട കോഴി കോളക്കോഴി കൊന്നും ചെരുവിലെ വയറ്റാട്ടി നീ കേട്ടോ ചന്ത നീ കേട്ടോ. ഹൈ, താനെന്താടോ ഈ പാടണേ? തന്നെക്കാൾ നന്നായിട്ട് തന്റെ മകൻ പാടൂല്ലോ. ഞാനൊരു പാട്ടെങ്കിലും പാടിത്തരാം. കണ്ടില്ല, കേട്ടില്ല, കൊച്ചു പൂമ്പൊടിയായി പൂമഴയായി പൊന്നോമന കിന്നാരം. നമ്മൾ ചെറിയൊരു സെഗ്മെന്റിലേക്ക് പോവാണ്. സെഗ്മെന്റിന്റെ പേര് ഇഡിയോ ഡിഡി എന്നാണ്. അതായത് നമ്മൾ കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് പറയും. ആ സ്റ്റേറ്റ്മെന്റ്സ് കേൾക്കുന്ന സമയത്ത് ആർക്കാണോ ഏറ്റവും കൂടുതൽ കണക്ട് ആയിട്ട് തോന്നുന്നത് അവരെ പിടിച്ചു വെച്ച് പോന്ന് ഇടിച്ചാൽ മതി. ഇടിച്ച് തമ്മി തല്ലരുത്. ചെറിയൊരു ഇടി കൊടുത്താൽ മതി. ഓക്കെ, ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് പറയട്ടെ. പൊതുവെ വായ് നോട്ടം ഇച്ചിരി കൂടുതലുള്ള ആള് നമ്മളില് ഇദ്ദേഹമാണ്. ആരാണ്? ഭയങ്കര കൂളാണ് ചേട്ടൻ. ദേഷ്യമൊന്നുമില്ല, പാവമാണ്. സ്വാഭാവികം.
അത്യാവശ്യം ഉണ്ടാ ഞാൻ കല്യാണത്തിന് വാങ്ങിയിട്ടുണ്ട്. ശേഷം ആ പിന്നെ കുറവൊന്നുമില്ല. കുറവൊന്നുമില്ല. എന്റെ വായി കണ്ണിൽ വെച്ച് ഞാൻ നോക്കുന്നതിന് ഇങ്ങനെ നോക്കും. നമ്മൾ റെസ്ട്രിക്ഷൻസ് അതെ, വെക്കാറില്ല. അതെ, അതെ, ആ അതെ. നമ്മൾ സുന്ദരികളായ പെൺകുട്ടികളെ കണ്ടാൽ നമ്മൾ വായി നോക്കുന്നു, ഉറപ്പായിട്ടും. അവരെ വിടുന്നു. ആ. That's it. മൃദുലയുടെയും യുവയുടെയും ഒരു വീഡിയോ വൈറലായി മാറുന്നുണ്ട്. കാരണം യുവയും മൃദുലയും എത്ര സ്നേഹത്തോടെയാണ് ജീവിക്കുന്നത് എന്നൊരു കാണിച്ചു തരുന്ന ഒരു വീഡിയോ ആണിത്. ഒരു പൊസസീവ് ആയിട്ടുള്ള, എന്നാൽ ഭർത്താവിന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന ഒരു ഭാര്യയാണ് മൃദുല. അതേസമയം നല്ലൊരു അമ്മയും. അനിയത്തിയുടെ വിവാഹമോചന വാർത്ത ഇങ്ങനെ പോകുമ്പോഴാണ് മൃദുലയുടെ ഈ വീഡിയോയും വീണ്ടും വൈറലായി മാറുന്നത്. മൃദുല വിജയുടെ സഹോദരിയും നടിയുമായ പാർവതി വിജയുടെ വിവാഹം വൻ വൈറലായി മാറിയിരുന്നു. വീട്ടുകാരെ എതിർത്ത് ഒളിച്ചോടിപ്പോയി വിവാഹം ചെയ്തു എങ്കിലും പിന്നീട് ഇരു വീട്ടുകാരും സ്വീകരിച്ചു. യാമി എന്ന മകളും ഇവർക്ക് പിറന്നു. സന്തോഷത്തോടെയുള്ള ജീവിതം മുന്നോട്ട് പോകവെയാണ് പാർവതിയുടെ വീഡിയോയിൽ ഭർത്താവ് അരുണിന്റെ അസാന്നിധ്യം ആളുകൾ ചോദ്യം ചെയ്തു തുടങ്ങിയത്. എന്തുകൊണ്ടാണിപ്പോൾ അരുൺ വീഡിയോകളിൽ ഇല്ലാത്തത്, നിങ്ങൾ വേർപിരിഞ്ഞോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളോട് പാർവതി ഇതുവരെ പ്രതികരിച്ചിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ ദിവസം ഇതിനെല്ലാം വ്യക്തമായ മറുപടിയുമായി പാർവതി വന്നു. നിങ്ങളുടെ എല്ലാവരുടെയും ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ ഇപ്പോഴാണ് അവസരം ലഭിച്ചത്. അതേ, ഞങ്ങൾ രണ്ടുപേരും വേർപിരിഞ്ഞു. കഴിഞ്ഞ 10-11 മാസങ്ങളായി ഞങ്ങൾ വേർപിരിഞ്ഞാണ് താമസിക്കുന്നത്. അപ്പോഴൊക്കെ നിങ്ങൾ ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ മറുപടി പറയാതിരുന്നത് മനഃപൂർവ്വമല്ല. എന്തെങ്കിലും ഒരു തീരുമാനമാകുന്നതുവരെ വന്ന് പറയുന്നത് ശരിയാണ് എന്നെനിക്ക് തോന്നിയില്ല. ഇപ്പോൾ തീരുമാനമായി, ഞങ്ങൾ വേർപിരിഞ്ഞു. സ്വാഭാവികമായും അടുത്ത ചോദ്യം എന്ത് കാരണം കൊണ്ടാണ് പിരിഞ്ഞത് എന്നായിരിക്കും. അത് പറയാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. അത് ഞങ്ങളുടെ വ്യക്തിപരമായ കാര്യമാണ്. ചിലരൊക്കെ അത് പറഞ്ഞ് പിരിയും. ഞാനത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പോൾ മകൾക്കൊപ്പം ചേച്ചിയുടെ വീട്ടിൽ അച്ഛനും അമ്മയ്ക്കുമൊപ്പമാണ് ഞാൻ താമസിക്കുന്നത്. ഞാനും യാമിയും മാത്രമാണ് ഇനി നിങ്ങൾക്ക് മുൻപിൽ വരാൻ പോകുന്നത് എന്നും പറയുന്നുണ്ട്.